പ്രണയസാഗരം അധ്യായം 18. സർ, അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് എന്താണ്? നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ? വാർഡൻ നൂറയുടെ ഉപ്പയെയും മെഹ്റുവിൻ്റെ ഉപ്പയെയും വിളിച്ച് മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നല്ല, പക്ഷേ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് നമ്മൾ വരുത്തേണ്ടതുണ്ട്. എന്താണ് സർ, അതൊന്ന് വ്യക്തമാക്കി തരാമോ? സേനത്തെ ചോദിച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും അവളുടെ സ്വഭാവം അറിയാം. അവൾ അങ്ങനെ ചെയ്യില്ല എന്നറിയാം. സാഹചര്യം കൊണ്ട് അവൾക്ക് പറ്റിപ്പോയ ആ അബദ്ധം, അതിനുവേണ്ടി അവൾ ഒത്തിരി സഹിച്ചു. ഇനിയും ആ പാവത്തിനെ ഇങ്ങനെ നരകിപ്പിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം. ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവൾക്ക് രോഗമില്ലെന്ന് ഞാൻ കോടതിയെ രേഖാമൂലം അറിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ കുഞ്ഞിൻ്റെ ആ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പരാതി സമർപ്പിക്കണം. അതായത് ഒരു റീപറോളാണ് നമ്മളിപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ അവകാശമാണ് അമ്മയുടെ പാല് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോകും. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് എന്തിന് ജയിൽവാസം അനുഭവിക്കണം എന്നുള്ള ഒരു ചോദ്യം അവിടെ നിങ്ങൾ ഉയർത്തണം. ഇന്ന് തന്നെ ഒരു വക്കീലിനെ കാണുകയും വേണം. നൂറയുടെ ഡിസ്ചാർജ് വൈകിപ്പിച്ചു തരാമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇവർക്ക് പരിമിതികളുണ്ട്. ഒത്തിരി കാലം വൈകിപ്പിക്കുന്നതിൽ ഇവരെ കൊണ്ടാവില്ല. ഡിസ്ചാർജ് ആകുമ്പോഴേക്കും കോടതിയിൽ നിന്ന് നമ്മൾ ഓർഡർ വാങ്ങിയിരിക്കണം. സാറേ, ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് വേഗം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങളും മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരെയും സങ്കടങ്ങളൊക്കെ. വാർഡൻ സൈന്യത്തിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവർ ഇറങ്ങുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി നൂറയെ കയറിക്കണ്ടു. വിഷമിക്കേണ്ടതില്ല മോളെ, എല്ലാം ശരിയാവും കേട്ടോ. സമയം 11 അടുത്തിരുന്നു. കോടതി വരാന്തയിൽ ജീവിതത്തിൻ്റെ വിധി പറച്ചിലും കാത്തു കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ടായിരുന്നു. ജഡ്ജി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ കയറിയിരുന്നു. സർ, ഒരു അപേക്ഷ സമർപ്പിക്കാനുണ്ട്. എന്താണ് തോമസ് വക്കീലെ? കോടതിക്ക് കീഴ്വഴക്കങ്ങളില്ലാത്ത കാര്യങ്ങളാണല്ലോ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാൻ മാത്രം. എന്താ ഇത് എത്ര വലിയ പ്രത്യേകത? സർ, ഒരു ജീവന് വേണ്ടിയുള്ള യാചിക്കലാണെന്ന് കരുതിയാൽ മതി. ദയവായി അപേക്ഷ സ്വീകരിക്കാനുള്ള കനിവുണ്ടാകണം. ജഡ്ജി അപേക്ഷ വാങ്ങി പരിശോധിച്ച് നോക്കി. ഇത് മറ്റേ കുടുംബനാലിയിൽ വെച്ച് ഒരാളെ കുത്തിക്കൊന്ന കേസിലല്ലേ? ഇവർക്ക് ഓൾറെഡി പരോള് കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. വീണ്ടും എന്തിനാണ്? സർ, ആ കുട്ടി 1 വർഷമായിട്ട് തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ആ കാലയളവിൽ ഗർഭിണിയായ ഒരു കുട്ടിയുടെ സിസേറിയൻ നടന്നിരിക്കുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചാണ് പെൺകുഞ്ഞ്. തിരിച്ച് നൂറയിൽ ജയിലിൽ കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്ന നൂറയുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. എന്താ വക്കീലെ, നല്ല ഡോക്ടർമാരും ചികിത്സാ സംവിധാനമൊന്നും നമ്മുടെ ജയിലിലില്ലേ? സാറേ, ജയിലിലെ ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു ഗർഭിണിയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളൊന്നും നമ്മുടെ ജയിലിലില്ല. വക്കീൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സാർ, ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 15 ദിവസത്തെ മരുന്നിന് ശേഷം കൊടുക്കേണ്ട നാട്ടു ചികിത്സകളൊക്കെ ഉണ്ട്. അനസ്തേഷ്യ കൊടുത്ത് വരുന്ന രോഗി പിന്നീട് അവരുടെ വേദനകളൊക്കെ മറക്കുന്നതും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതൊക്കെ ഈ ചികിത്സയ്ക്ക് ശേഷമാണ്. നമ്മുടെ ജയിലിൽ ഈ സംവിധാനം അനുസരിച്ച് ഇപ്പോൾ ഇതിനൊന്നുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. അതുമാത്രമല്ല, പുതുതായി ജനിച്ച ഈ ബേബി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആ കുഞ്ഞുകൂടി ഈ കാലയളവിൽ ജയിലിൽ കഴിയേണ്ടി വരുന്നത് തന്നെ എത്ര സങ്കടകരമാണ് സർ. വക്കീലെ, അങ്ങനെ സുഖചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറ എന്ന പെൺകുട്ടി സുഖചികിത്സയ്ക്ക് വേണ്ടി എത്തിയതല്ലല്ലോ അവിടെ. ശരിയാണ് സർ. അജ്മൽ കസവുമാരും സ്വാമിമാരും വാഴുന്ന നമ്മുടെ ഈ കാലത്ത് ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ പ്രസവാനന്തര ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമുള്ള സൗകര്യം പോലും നമ്മുടെ കയ്യിലില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ബേബി എന്തിനാണ് സർ ജയിലിലേക്ക് അയക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് ലംഘനമല്ലേ? മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് നൂറയുടെ പേരിൽ ചുമത്തിയ കുറ്റം. മുറിയിൽ ആക്രമിച്ച് കയറി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെ കുത്തിക്കൊന്നു, അതാണ് കുറ്റം. അതല്ല എങ്കിൽ അവൾ എന്ത് ചെയ്യണമായിരുന്നു സാർ? വക്കീലെ, ഇപ്പോൾ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന് അതിൻ്റെ പാൽ ഉറപ്പുവരുത്തുക എന്നത് ആ കുഞ്ഞിൻ്റെ അവകാശമാണ്. അങ്ങനെ അത് ലഭിക്കുന്നില്ല എങ്കിൽ അത് ഭരണഘടനാ ലംഘനം. പക്ഷേ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശിക്ഷാ കാലാവധി തീരാത്തതിനാൽ അവൾക്ക് പരോൾ അനുവദിക്കുന്നതിന് സാധ്യമല്ല. ഇവിടെ അതിനേക്കാളുപരി പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് നൂറയെ 6 മാസക്കാലം പരോൾ അനുവദിക്കുന്നതിന് രജിസ്റ്ററിൽ സൈൻ ചെയ്ത ശേഷം കുട്ടിയുടെ അടിസ്ഥാന മുലകൂടി കാലയളവ് വരെ, അതായത് 2 വർഷം വരെ നൂറയ്ക്ക് പുതുക്കി പരോൾ കൊടുക്കേണ്ടതുമാണ്. ഈ പരോൾ കാലാവധിയിൽ രാജ്യം വിട്ടുപോകാനോ വേറെ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കുള്ളതായി കണ്ടുപിടിക്കുകയോ ചെയ്താൽ പരോൾ കാലാവധി റദ്ദ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നതാണ്. താങ്ക് യു മിനോൺ. കോടതി പിരിഞ്ഞപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. കുഞ്ഞിനെ വീട്ടിലേക്ക് കിട്ടുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു സൈനത്ത. അവളെ നോക്കുവാനും അവളുടെ കൂട്ടത്തിൽ ജീവിക്കാനും ഒരവസരം ഉണ്ടായിട്ടില്ല. അവരെ ഞങ്ങളെ കൂടെ വിട്ടുകൂടെ? സൈനത്ത ധർമ്മസങ്കടത്തിലായിരുന്നു. സെലീന അവരുടെ കൂടെ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ തലയാട്ടി.
മെഹ്റു കുഞ്ഞിനെ വാരിയെടുത്തി. അവൻ്റെ കയ്യിൽ വെച്ച് ആ കുഞ്ഞു മാലാഖ കൺതുറന്നു. എല്ലാവരെയും അവൾ നോക്കുന്നുണ്ടായിരുന്നു. നൂറ മെഹ്റുവിൻ്റെ കൈപിടിച്ച് അവനോട് ചേർന്ന് നടന്നു. സുറുമിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു, സ്വർഗലോകം കിട്ടിയ പോലെ. അവർ വാഹനത്തിൽ കയറി മെഹ്റുവിൻ്റെ വീട്ടിലേക്ക് യാത്രയായി. നൂറയുടെയും മെഹ്റുവിൻ്റെയും മുറി. അവിടെ എത്തിയപ്പോൾ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെയായിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എല്ലാവരും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവളുടെ കരച്ചിൽ നിർത്താനായില്ല. എന്തിനാ കുട്ടി ഇങ്ങനെ കരയണേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? മെഹ്റുവിൻ്റെ ഉമ്മ അവിടെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും കുഞ്ഞു മാലാഖ കരച്ചിൽ തുടങ്ങിയിരുന്നു. അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അമ്മിഞ്ഞപ്പാൽ ഊട്ടുമ്പോൾ കുഞ്ഞു വിരലുകൾ കൊണ്ട് അവളുടെ മാറിൽ ചേർത്ത് പിടിച്ചു. മെഹ്റുവിൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാരിയിരുന്നു. നീയൊന്ന് മാറിക്കൊടുക്കടാ, അവളും കുഞ്ഞുമൊന്ന് ഉറങ്ങട്ടെ. ഉമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞുവെങ്കിലും മെഹ്റു അത് കൂട്ടാക്കിയില്ല. അവളുടെ തള്ളമുടി ഇഴകളിലൂടെ അവൻ്റെ വിരലുകൾ ഇഴഞ്ഞു നടന്നു. ഞാനില്ലാതെ നീ എങ്ങനെ ഇത്രയും ദിവസം കഴിഞ്ഞു മെഹ്റു? ശ്വാസം മുട്ടി മരിക്കാനായി പെണ്ണേ ഞാൻ. ഇനിയും എന്നെ തനിച്ചാക്കി എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇനി അങ്ങനെയൊന്നും ഉണ്ടായാൽ ഞാനുണ്ടാവില്ല പെണ്ണേ. നമ്മുടെ വാക്കിൻ്റെ പേര് വിളിക്കണ്ടേ മെഹ്റു? ഇവിടെ ഞാൻ സീനത്ത് എന്ന് വിളിക്കട്ടെ, ഫാത്തിമ സീനത്ത്. നമുക്കങ്ങനെ വിളിക്കാം മെഹ്റു. പിന്നെ പാത്തു എന്ന് ചെല്ലപ്പേര്. നിങ്ങൾ രണ്ടുപേരും എന്നെക്കുറിച്ചാണോ പറയുന്നത് എന്ന പോലെ കുഞ്ഞിപ്പാത്തു അവരെ തുറിച്ചു നോക്കി. നമുക്കിനിയും ജീവിക്കണം മെഹ്റു. നമ്മൾ സ്വപ്നം കണ്ട പോലെ, നമ്മൾ ആഗ്രഹിച്ച പോലെ നിന്നെയും കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ട് നൂറ. പോകണം മെഹ്റു നമുക്ക്. എനിക്ക് നിൻ്റെ മടിയിൽ തലവെച്ചൊന്ന് കിടക്കാൻ മോഹം തോന്നുന്നു. അവൻ്റെ മടിയിൽ തലവെച്ച് അവളങ്ങനെ കിടന്നു. അവളോട് പറ്റിച്ചേർന്ന് കുഞ്ഞിപ്പാത്തു. ഭൂമിയിൽ എവിടെയും കിട്ടാത്ത ഒരു സംരക്ഷണം അവിടെ ഉണ്ടെന്ന് അവർക്ക് തോന്നി. മെഹ്റു, ഞാൻ തനിച്ചായിരുന്ന രാത്രികളൊക്കെ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കും. അതെന്താ മാഷേ അങ്ങനെ? അപ്പോഴൊക്കെ ആരൊക്കെയോ വന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഏതൊക്കെയോ നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ, ആരുമില്ലാത്തവന് പടച്ചവനുണ്ട് എന്ന പോലെ. എനിക്കും ഉറക്കം വരുമായിരുന്നില്ലടോ. ഞാൻ നിൻ്റെ ഓർമ്മകളിലാണ് ജീവിച്ചത്. നമുക്ക് നാളെ നേർച്ച സ്ഥലങ്ങൾ വരെയൊക്കെ ഒന്ന് പോകണം. എവിടെയാണ് മെഹ്റു? ഇവിടെ അടുത്തുള്ളൊരു പള്ളി വരെ. അവിടെ ഒരുപാട് നേർച്ചകളാക്കിയിട്ടുണ്ട്. ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ, നമ്മുടെ കുഞ്ഞിനൊന്നുമില്ലാതിരിക്കാൻ. അങ്ങനെ ഉമ്മ റൂമിൻ്റെ വാതിക്കൽ വന്നു നിന്ന്, അതേ, അതൊരു പ്രസവിച്ച പെണ്ണാ. അവൾക്ക് കുറച്ചൊക്കെ റെസ്റ്റ് കൊടുക്കണം. നീ ഇങ്ങനെ അതിനെ ഉറങ്ങാതെ വിടാതിരുന്നാലേ എന്തു ചെയ്യും? ഒത്തിരി നാളുകൾ കൂടി കണ്ടതല്ലേ അമ്മ, അതിൻ്റെ സന്തോഷം കൊണ്ടാ. അവൾ എങ്ങോട്ടും പോകുന്നൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്താ? മെഹ്റു പതിയെ മുറി വിട്ടിറങ്ങി. മെഹ്റുവിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് എത്തി. എന്താണ് സഖാവേ, ഇങ്ങനെ ആയാൽ എന്തു ചെയ്യും? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? നിന്നെയും എൻ്റെ പാത്തുവിനെയും കണ്ട് കൊതി തീർന്നില്ല പെണ്ണെ. സാരമില്ല മെഹ്റു, നാളെ ഞാനും നീയും കൂടി പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. ശരിയാണല്ലോടാ, നമുക്കല്പം കടപ്പുറത്തൊക്കെ പോയിരിക്കണം. എടാ, എനിക്കങ്ങനെ കറങ്ങാനൊന്നും ആയിട്ടില്ല. എന്നാലും നിൻ്റെ നിർബന്ധം അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ആയിക്കോട്ടെ, നമ്മളെ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ മെഹ്റു. നീയും ഞാനും നമ്മുടെ മോളും. ആഹാ, എന്ത് രസമായിരിക്കൂലേ? ശരിയാണ് മെഹ്റു, താൻ പറഞ്ഞതുപോലെ കടപ്പുറത്ത് പോയിരിക്കാൻ എനിക്കും മോഹമുണ്ട്. പൂഴിയിൽ കാലുതാത്തി വെച്ച് നിന്നോടൊപ്പം ചേർന്നിരിക്കാൻ. കൊതിപ്പിക്കല്ലേ പെണ്ണേ, ഒരുപാട് നാളായി മോഹിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. ആഹാ, അത്രയ്ക്ക് കൊതിയുണ്ടോ? പിന്നെ ഇല്ലാതെ നൂറ, നിനക്ക് ഓർമ്മയുണ്ടോ ബീച്ചിലെ മധുരം നിറച്ച ഐസുരുത്? എൻ്റെ പൊന്നു മെഹ്റു, കൊതിപ്പിക്കാതെ. എങ്കിൽ നാളെ തന്നെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. ഉച്ചയ്ക്ക് റഹ്മത്ത് ഹോട്ടലിൽ നിന്നും ബീഫ് ബിരിയാണി, നേരെ ബീച്ചിലേക്ക്. എന്നത്തെയും പോലെ അല്ലല്ലോ ഇന്ന് മെഹ്റു. നമ്മുടെ ഈ യാത്ര ഒരുപാട് പ്രത്യേകതകളുള്ള യാത്രയല്ലേ? ഉരുകി ഒലിച്ച് കയ്യിൽ നിന്നും നഷ്ടമായി എന്ന് തോന്നിയെടുത്തു നിന്നും പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര. തനി ജീവിതം നഷ്ടമായി എന്ന് കരുതിയിരുന്നു നൂറു. ചിലപ്പോഴൊക്കെ ഭ്രാന്ത് പിടിക്കുമായിരുന്നു മെഹ്റു. നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് ഏകാന്തതയുടെ ഭീകരത മനസ്സിലാവുക. ജയിലിലെ ജീവിതം ദുസ്സഹമായിരുന്നു. പല രീതിയിലുള്ളവർ, പല കോലത്തിലുള്ളവർ. ചിലപ്പോഴൊക്കെ അടക്കിപ്പിടിച്ച് തേങ്ങലുകൾ കേൾക്കാൻ കഴിയും. ചിലപ്പോൾ അത് കുറ്റബോധം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാക്കി വെച്ച് പോകുന്ന പകയുടെ കനലുകൾ എരിയുന്നതുകൊണ്ടായിരിക്കും. എല്ലാത്തിനും കാരണം ഞാനാണല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ റൂമിൽ കയറിയ വെറുതെ വിടാൻ എനിക്ക് തോന്നിയിരുന്നില്ല. ഒന്നുമെങ്കില്ലെങ്കിൽ ഞാനൊരു സഖാവിൻ്റെ ഭാര്യയല്ലേ? എനിക്കിപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ഉമ്മ കണ്ടാലുണ്ടല്ലോ ശരിയാക്കും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ കാണുക തന്നെ വേണം. ഞാൻ വാതിൽ ചാരിയിട്ടിട്ടേ ഉള്ളൂ, നീ ഇങ്ങോട്ട് പോരും. പതിയെ അവൻ നൂറയുടെ അരികിലെത്തി. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നിറകിൽ ഉമ്മ വെച്ചു. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു.
കുഞ്ഞിപ്പാത്തു കൗതുകത്തോടെ അത് നോക്കി. ദേ ഇവിടെ എല്ലാം ചെയ്യുന്നത് നോക്കി ഒരാൾ നോക്കുന്നുണ്ട് കേട്ടോ. നെഹ്റു പാത്തുവിൻ്റെ കവളിലൊന്ന് തൊട്ടു. ബെഡിൽ അവളോട് ചേർന്നിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു വെച്ചു. നൂറ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് മെഹ്റു? നീ ഇല്ലാതെ എനിക്കാവില്ല കേട്ടോ. ശരിക്കും? 100 വട്ടം. കുഞ്ഞിപ്പാത്തു അപ്പോഴേക്കും ചുണുങ്ങി തുടങ്ങി. മെഹ്റു പതിയെ മുറിവിട്ടിറങ്ങി. രാവിലെ തന്നെ കുളിച്ചു മാറ്റി. രണ്ടാളും എങ്ങോട്ടാണ്? ഉമ്മ ചോദിച്ചു. ഒരു നേർച്ചയുണ്ട്, അത് കൊടുക്കണം. കോഴിക്കോട് വരെ ഒന്ന് പോകണം. ഇവിടെയും കൊണ്ട് അധിക ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. നീ എങ്ങനെയാണ് പോകുന്നത്? ബൈക്കിൽ പോകാമെന്നാണ് ഉമ്മ ഉദ്ദേശിച്ചിരുന്നത്. അല്ലോ നടക്കൂല. റഫീഖിൻ്റെ വണ്ടി ഉണ്ടാവും, നീ അതെടുത്ത് പോയാൽ മതി. ബൈക്കിൽ അവളെയും കുഞ്ഞിനെയും കൊണ്ട് നടക്കില്ല നിനക്ക്. അപ്പോഴേക്കും റഫീഖ് അളിയനെത്തി. എന്താ ഉമ്മ കാര്യം? മോനെ, ഇവർക്കൊരു നേർച്ചയുണ്ട് കോഴിക്കോട്, അവിടെ വരെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ബൈക്കിലാണ് പോകുന്നത്രേ. ബൈക്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ? നിന്റെ കാറൊന്നും എടുക്കാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞത് ശരിയാണ് മെഹ്റു, നീ നോക്കണ്ട, കാർ എടുത്തോളൂ. ഇവിടെയും കൂട്ടിയൊക്കെ കൊണ്ട് പോകുന്നതല്ലേ, പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വന്നാൽ മതി. ശരിയളിയാ. മെഹ്റു സമ്മതിച്ചു. മെഹ്റുവിനും നൂറയ്ക്കും കുഞ്ഞിപ്പാത്തനും അങ്ങനെ ചിരിച്ചു കളിച്ച് യാത്ര തുടങ്ങി. റഹ്മത്ത് ഹോട്ടലിൽ നിന്നുള്ള ബീഫ് ബിരിയാണി ഒടുവിൽ കോഴിക്കോട് ബീച്ചിലേക്ക്. ബീച്ചിലെ പാർക്കിൽ അവർ അങ്ങനെ ഒരുമിച്ചിരുന്നു. മെഹ്റുവിൻ്റെ കൈകളിൽ അവളുടെ കൈകൾ ചേർത്ത് വെച്ച്. വേറെ എന്തും സഹിക്കാം മെഹ്റു, പക്ഷേ തൻ്റെ ഈ കൈകളിൽ നിന്നും അകന്നു പോകുന്നത് മാത്രം എനിക്ക് സഹിക്കാനാവില്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നൂറ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുകളിൽ ഒരു വിശ്വാസത്തിൻ്റെ തിളക്കം ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പാത്തു കൈകാലിട്ടടിച്ചു കളിക്കാൻ തുടങ്ങിയിരുന്നു. മെഹ്റുവിൻ്റെ തോളോട് അവൾ ചേർന്നിരുന്നു. കോഴിക്കോട് ബീച്ചിലെ മധുരം നിറഞ്ഞ ഐസുരുത് രുചിയോടെ അവർ പങ്കിട്ട് കഴിച്ചു. മണലിൽ കാല് താഴ്ത്തി അവർ തിരയെ നോക്കിയിരുന്നു. കരയിലേക്ക് ഓടിയെത്തുന്ന തിരയെയും കരയെയും പുണർന്നു. തിരികെ ഓടുന്ന തിരയെയും അവർ നോക്കിയിരുന്നു. കടലിൽ ചെഞ്ചായം പകർന്ന് കടലിലേക്ക് മറയുന്ന സൂര്യനെ കൗതുകത്തോടെ നോക്കി. തിരികെ പോകണ്ടേ മെഹ്റു? തിരികെ മടങ്ങാം നൂറ. ഒടുവിൽ അവർ 3 പേരും കാറിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി. കളിച്ചും ചിരിച്ചും സന്തോഷങ്ങളൊക്കെ പങ്കുവച്ചായിരുന്നു അവരുടെ മടക്കം. ഒരിക്കലും ഈ സന്തോഷങ്ങൾ നിലച്ചുപോരുത് എന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. മെഹ്റു, നമ്മുടെ 6 മാസം ഇങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ 6 മാസം കൊണ്ട് തിരിച്ചു പോകണ്ടല്ലോ. ഓരോ 6 മാസം കഴിയുമ്പോഴും നമ്മൾ പുതുക്കിയാൽ പോരെ. അങ്ങനെ എത്ര തവണ? 4 പ്രാവശ്യം കഴിയുമ്പോൾ തിരിച്ച് ഹാജരാവണ്ടേ? അതിന് 2 വർഷത്തിനുള്ളിൽ നീ വീണ്ടും ഗർഭിണിയാണല്ലോ. അയ്യടാ, എന്നാര് പറഞ്ഞു? സംശയമുണ്ടെങ്കിൽ എൻ്റെ മോള് നോക്കിക്കോ. മെഹ്റു, നീ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. നിന്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത വേവലാതി പിന്നെ ആർക്കാണ്? ഞാൻ നോക്കിയേ കുഞ്ഞിപ്പാത്തു. മെഹ്റു കുഞ്ഞിപ്പാത്തുവിനെ നോക്കി. പെട്ടെന്ന് എന്തോ ഒന്ന് വാഹനത്തിൽ അടിച്ച് വാഹനം ദൂരേക്ക് തിരിച്ചു പോകുന്നത് പോലെ തോന്നി. എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് വാഹനം മുഴുവൻ തകർന്നിരുന്നു. ചോറയിൽ കളിച്ചു കിടക്കുന്ന നൂറയും അത് കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. മെഹ്റുവിൻ്റെ ബോധവും പതിയെ മറഞ്ഞു തുടങ്ങി. ആളുകൾ ഓടിക്കൂടി. തകർന്ന വാഹനത്തിനുള്ളിൽ നിന്നും കുഞ്ഞിപ്പാത്തു കരഞ്ഞുകൊണ്ടിരുന്നു. ഓടിക്കൂടിയ ആളുകൾ തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ഇരുന്നുപോയി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥ. ആളുകൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിക്കുന്നുണ്ടായിരുന്നു. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന നൂറയെയും മെഹ്റുവിനെയും വേണ്ടി ആളുകൾ കാറുകൾ തകർത്ത് പുറത്തെടുത്തു. ഒരു പോറൽ പോലും പറ്റാതെ കുഞ്ഞിപ്പാത്തു സുരക്ഷിതയായിരുന്നു. മെഹ്റുവിൻ്റെ മുഖം നിറയെ കുപ്പിച്ചില്ലുകളായിരുന്നു. നൂറയ്ക്ക് അതീവ ഗുരുതരമായിരുന്നു. പോലീസും ഫയർഫോഴ്സും രംഗത്ത് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് വന്ന പാണ്ടിലോറി നിയന്ത്രണം വിട്ടു വന്നതായിരുന്നു. മെഹ്റു ഇടിയുടെ ആഘാതത്തിൽ മൂത്തും കഴുത്തിലുമൊക്കെ പരിക്കുണ്ടായിരുന്നു. അലാറം മുഴക്കി കൊണ്ടുവന്ന ആംബുലൻസിൽ മെഹ്റുവിനെയും നൂറയെയും കയറ്റി കുഞ്ഞിപ്പാത്തു ആരുടെയോ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നുണ്ടായിരുന്നു. ആംബുലൻസ് അവരെയും കൊണ്ട് ചീറിപ്പാഞ്ഞു. വഴി നിറയെ വാഹനങ്ങളായിരുന്നു. ഹോണുകൾ മുഴക്കി വരുന്ന ആംബുലൻസിനെ പോലീസ് വാഹനത്തിനെയും കണ്ട് എല്ലാവരും വഴിമാറിക്കൊടുത്തു. മെഹ്റുവിനും നൂറയ്ക്കും ബോധം വരുവാൻ അല്പം വെള്ളം തെളിച്ചെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് നിന്നു. ആംബുലൻസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ആളുകൾ ഓടിക്കൂടി. സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാർ ഓടിയെത്തി. ചോര ഒഴുകുന്ന ഇരുവരെയും സ്ട്രക്ചറിൽ കയറ്റി അകത്തേക്ക് ഓടുകയായിരുന്നു. കുഞ്ഞിപ്പാത്തു അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ എമർജൻസി വിഭാഗത്തിലേക്ക് മാറ്റുകയും കുഞ്ഞിന് പാല് നൽകുകയും ചെയ്തു. ശരീരമാസകലം ചോര കൊണ്ട് പൊതിഞ്ഞ അവരുടെ എവിടെയാണ് മുറിവ് എന്ന് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. മെഹ്റുവിന് തലയ്ക്കും നെഞ്ചിനും പരിക്ക്. മുഖം നിറയെ ഗ്ലാസിൻ്റെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു. നൂറയ്ക്ക് ശക്തമായ ഇടിയിൽ നെഞ്ചിടിക്കുകയും ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കും ബോധമില്ലായിരുന്നു. ശ്വാസം കഴിക്കുവാൻ കഴിയാതെ നൂറ കടന്നു പടച്ചു. മെഹ്റു വിളികൾക്കൊന്നും ഉത്തരം നൽകുന്നുണ്ടായിരുന്നില്ല. ഒരു ഞരക്കം മാത്രം അവനിൽ നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. നൂറയ്ക്ക് ഉടനെ തന്നെ രക്തം ആവശ്യമായിരുന്നു.
A- രക്തത്തിനു വേണ്ടി ഹോസ്പിറ്റലിൽ അന്വേഷണം ആരംഭിച്ചു. ആരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് തിരിച്ചറിയാനുള്ള പോലീസിൻ്റെ അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ആരുടെയും കോൺടാക്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. തുടർച്ചയായി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നൂറയെ ICUവിലേക്ക് മാറ്റി. മെഹറുവിൻ്റെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അവൻ്റെ നെഞ്ചെല്ലുകൾ തകർന്ന നിലയിലായിരുന്നു. രണ്ടാളുടെ ECGയിലും ബ്ലഡ് പ്രഷറിലും എല്ലാത്തിലും വേരിയേഷൻ ഉണ്ടായിരുന്നു. ജീവൻ നിലനിർത്തുക വളരെ റിസ്ക് ആണെന്നും ഡോക്ടർമാർ. വൊമിറ്റിംഗ് തുടർന്നതിനാൽ നൂറയെ ICUവിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റി. കുഞ്ഞിപ്പാത്തു പ്രത്യേകിച്ച് പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ ശിശു സംരക്ഷണ വാർഡിൽ പാല് കുടിച്ച് സുഖമായി ഉറങ്ങിത്തുടങ്ങി. അവൾക്കറിയില്ലല്ലോ അവളുടെ ഉപ്പയും ഉമ്മയും മരണത്തോട് മല്ലടിക്കുകയാണെന്ന്. ഇരുട്ട് വീണു തുടങ്ങിയ ഒരു ഇടനാഴിയിലൂടെ നടന്നു വരുന്ന കുഞ്ഞിപ്പാത്തു. അവരുടെ മുന്നിലേക്ക് ഒരു ഭീമാകാരനായ മനുഷ്യൻ ചാടി വീഴുന്നു. തലയിൽ കൊമ്പുള്ള കണ്ണുകൾ തുറിച്ച് നാവുകൾ നീട്ടിയ അയാൾ കണ്ണുകൾ തുറിച്ച് നാവുകൾ നീട്ടി അവളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാ, എൻ്റെ മോൾ! വെന്റിലേറ്ററിൽ നിന്നും ചാടി എഴുന്നേറ്റ് നൂറ ചുറ്റും നോക്കി. വെന്റിലേറ്റർ ഉപകരണങ്ങൾ എല്ലാം വലിയ ശബ്ദത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ചീറ്റിയൊഴുകി. ഡോക്ടർമാരും നഴ്സുമാരും ഓടിയെത്തി അവളെ പിടിച്ചു കിടത്തി. പതിയെ ഒരു ഞരക്കത്തോടെ അവൾ വീണ്ടും അബോധാവസ്ഥയിലേക്ക്. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ പകച്ചുപോയി ഡോക്ടർമാർ. അവളുടെ മുഖത്ത് ഓക്സിജൻ മാസ്കുകൾ ഘടിപ്പിച്ചു. മെഹർ തീരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ മരുന്നിനോടും തീരെ പ്രതികരിച്ചില്ല. പ്രൊഫസർമാർ എല്ലാവരും എത്തിയിരുന്നു. മെഹറുവിൻ്റെയും നൂറിൻ്റെയും ബ്ലഡുമായി നഴ്സുമാർ ഓടി നടക്കുമായിരുന്നു. ECG, ഇഞ്ചക്ഷൻ, ഹോസ്പിറ്റൽ, അത്യാഹിത വിഭാഗം മുഴുവൻ തിരക്കായിരുന്നു. പതിയെ മെഹറുവിൻ്റെ ശരീരം പ്രതികരിച്ചു തുടങ്ങിയെങ്കിലും ബോധം വന്നില്ലായിരുന്നു. നൂറ അതേ സ്റ്റേജിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. വണ്ടിയുടെ നമ്പർ ട്രേസ് ചെയ്ത പോലീസ് വാഹനം ഉടമയായ റഫീഖിനെ ഫോൺ ചെയ്തു. കുറച്ച് തിരക്കിലായിരുന്ന ഫോൺ റഫീഖിന് എടുക്കാൻ കഴിയുമായിരുന്നില്ല. തുടർച്ചയായ 4-5 മിസ് കോൾ കണ്ടപ്പോൾ റഫീഖ് തിരിച്ചു വിളിച്ചു. മറുപുറത്ത് പോലീസ് കൺട്രോൾ റൂമായിരുന്നു. ഹലോ, പോലീസ് കൺട്രോൾ റൂമാണ്. ക്ഷമിക്കണം സാർ, എനിക്കൊരു കോൾ വന്നിരുന്നു. എന്താണ് നിങ്ങളുടെ പേര്? റഫീഖ് മുഹമ്മദ്. KL 72C4274 ആരുടെ വണ്ടിയാണ്? അതെൻ്റെ വണ്ടിയാണ് സാർ. ഇപ്പോൾ എവിടെയുണ്ട് സാർ? ഭാര്യ, സഹോദരനും കുടുംബം ഇന്ന് വാഹനവുമായി പുറത്തു പോയിരിക്കണം. ക്ഷമിക്കണമുണ്ട് മിസ്റ്റർ റഫീഖ്. കോഴിക്കോട് അടിവാരത്തിൽ വെച്ചുണ്ടായിരുന്ന ആക്സിഡന്റിൽ ഗുരുതരാവസ്ഥയിൽ അയാളെയും കുടുംബത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സാർ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഫോൺ അപ്പുറത്തൊന്നും നിശ്ചലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ കഥയുടെ അടുത്ത അധ്യായം അറിയുന്നതിന് വേണ്ടിയും നൂറയുടെയും മെഹറുവിൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക. താങ്ക്